പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. വിശുദ്ധർ മണ്ണിനെയും വിണ്ണിനെയും ഒരുപോലെ സ്നേഹിച്ചവർ, ഈ മണ്ണിൽ വിശുദ്ധിയുടെ കൂടാരം തീർത്തവർ, സ്വർഗത്തിന്റെ നിത്യ അവകാശികൾ, ദൈവഹിതം മാത്രം അന്വേഷിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ നിരന്തര സ്നേഹ സഹന ബലിയായി സ്വയം സമർപ്പിച്ചവർ, ദൈവസ്നേഹമാകുന്ന തീച്ചൂളയിലേക്ക് സ്വയം എറിഞ്ഞവർ. വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഓർക്കണം, വിശുദ്ധരാകാനുള്ള വിളി നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നിത്യജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി നിർവഹിക്കുമ്പോൾ നാം വിശുദ്ധിയിലേക്കുള്ള പാതയിലാണ്. വിശുദ്ധരാവുക എന്നത് ഒരിക്കലും അസാധ്യമായൊരു കാര്യമല്ലെന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സാധാരണ മനുഷ്യരായി ജനിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധിയിൽ മുന്നേറി അസാധാരണമായ വിശുദ്ധി സ്വന്തമാക്കിയവരെ തിരുസഭ നമ്മുടെ മാതൃകയ്ക്കും അനുകരണത്തിനുമായി ഉയർത്തി കാണിക്കുന്നു. ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്ന വിശുദ്ധർ: മെയ് 25 വിശുദ്ധ സോഫിയ. റോമിലെ വിശുദ്ധ സോഫിയയുടെ തിരുനാൾ മെയ് മാസം 25-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്നു. വിശുദ്ധ സോഫിയയുടെ ജീവിതത്തെ സംബന്ധിച്ച് പല പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രമുഖമായ ചില പാരമ്പര്യങ്ങളിൽ നിന്ന് സോഫിയ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. സോഫിയ ഭക്തയും കുലീനയും വിശ്വാസ കാര്യങ്ങളിൽ അടിയുറച്ചവളുമായിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് സോഫിയയും മക്കളും ക്രിസ്തുവിന് വേണ്ടി ധീരമായി രക്തസാക്ഷിത്വം വരിച്ചുവെന്ന് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രാണൻ വിടുന്ന നിമിഷം വരെയും വിശ്വാസത്തിനു വേണ്ടി ധീരയായി നിലകൊണ്ട ഈ അമ്മ വിശ്വാസത്തെ സ്വന്തം ജീവനേക്കാളും വിലയുള്ളതായി കണ്ടു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുവാൻ അവൾ സന്നദ്ധയായിരുന്നു. ജീവിതത്തിന്റെ നിസ്സാരമായ പ്രതിസന്ധികളിൽ വിശ്വാസത്തെ ബലികഴിക്കുവാൻ തയ്യാറാകുന്നവരുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുന്ന ഈ കാലത്ത് വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകിയ ഈ അമ്മ നമുക്കൊരു ഉത്തമ മാതൃകയാണ്. വിശ്വാസം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും വളരുവാനും പകരുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സത്യവിശ്വാസത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത വിശുദ്ധ സോഫിയയുടെ ജീവിത മാതൃക ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് പ്രചോദനമരുളണമേ. മെയ് 26 വിശുദ്ധ ഫിലിപ്പ് നേരി. റോമിലെ അപ്പസ്തോലനായും എളിമയെന്ന പരമപുണ്യത്തിന്റെ ഉപാസകനായും സന്തുഷ്ട ജീവിതത്തിന്റെ ആചാര്യനായും അറിയപ്പെടുന്ന വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ തിരുനാൾ മെയ് മാസം 26-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്നു. 1715 ജൂലൈ 22-ന് ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബത്തിൽ ഫിലിപ്പ് ഭുജാതനായി. പിതാവ് ഫ്രാൻസിസ് നേരി അറിയപ്പെടുന്ന അഡ്വക്കേറ്റും അമ്മ ലുക്രീഷ്യ ഉന്നതകുല ജാതയുമായിരുന്നു. ഇളയ സഹോദരൻ അന്റോണിയായുടെ ജനനത്തോടെ അമ്മ മരിച്ചു. പിന്നീട് രണ്ടാനമ്മയുടെ സംരക്ഷണയിലായിരുന്നു ഫിലിപ്പ് വളർന്നു വന്നത്. സ്വന്തം മക്കളോടെന്ന പോലെ സ്നേഹവാത്സല്യങ്ങൾ നൽകിയാണ് ആ അമ്മ ഫിലിപ്പിനെ വളർത്തിയത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഫിലിപ്പ് എല്ലാ കാര്യത്തിലും മാതാപിതാക്കൾക്ക് പരിപൂർണമായി കീഴ്പ്പെട്ടിരുന്നു. ഡൊമിനിക്കൻ സന്യാസികളിൽ നിന്ന് വിദ്യാഭ്യാസം സിദ്ധിച്ച ഫിലിപ്പ് സാഹിത്യ പഠനം പൂർത്തിയാക്കിയപ്പോൾ മൊന്തേക്കസീനയിലുള്ള പിതൃസഹോദരന്റെ ഭവനത്തിലേക്ക് അയക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സർവസമ്പത്തിന്റെയും അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നെങ്കിലും പൗരോഹിത്യം ലക്ഷ്യം വച്ചിരുന്ന ഫിലിപ്പ് റോമിലേക്ക് പോയി. അവിടെ ഒരു ഫ്ലോറന്റൈൻ പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും തന്റെ ഉപരിപഠനം നടത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു.
പൂവിന് അതിന്റെ സുഗന്ധം ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ ഫിലിപ്പിന് തന്റെ ജീവിത വിശുദ്ധി മറച്ചു വെക്കാനായില്ല. ദേവാലയങ്ങളിലും ആതുരാലയങ്ങളിലും അദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു. ഫിലിപ്പ് തന്റെ 36-ാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. യുവാക്കൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന ഫിലിപ്പ് സഭാപരമായ പ്രബോധനങ്ങളും വിനോദ പരിപാടികളും ഉൾക്കൊള്ളുന്ന സാമൂഹിക കൂട്ടായ്മയിലൂടെ വിശ്വാസികളുടെ ഉള്ളിലെ ഭക്തിയെ ജ്വലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1564 ഓറട്ടോറിയൻ സഭ സ്ഥാപിച്ചു. ആനന്ദവും ഉല്ലാസവും സ്വഭാവ സവിശേഷതയാക്കിയ വിശുദ്ധ ഫിലിപ്പ് യുവാക്കളോടായി പറഞ്ഞു, നിങ്ങൾ കളിച്ചുല്ലസിച്ചുകൊള്ളുക, എന്നാൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. തമാശകൾ ഏറെ ഇഷ്ടപ്പെടുകയും പറയുകയും ചെയ്തിരുന്ന അദ്ദേഹം വിശുദ്ധി എന്നത് ആനന്ദമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവസ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകലായിരുന്നു വിശുദ്ധന്റെ ബലിയർപ്പണങ്ങൾ. ഏകദേശം 50 വർഷത്തോളം തീഷ്ണതയോടെ വിശുദ്ധൻ തന്റെ പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിച്ചു. വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ തിരുസഭയെ നവീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് സാധിച്ചു. ഇന്ന് ഞാൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ, നാളത്തെ കാര്യം എനിക്ക് ഭയമില്ല, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഇന്ന് എന്നത് മനോഹരമാക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക എന്നീ ആപ്തവാക്യങ്ങൾ സ്വജീവിതത്തിന്റെ മുദ്രാവാക്യമാക്കി മാറ്റിയ ഈ വിശുദ്ധൻ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നത് പോലെ 1595 മെയ് മാസം 26 വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ഇഹലോകവാസം വെടിഞ്ഞു. 1622 മെയ് മാസം 12-ാം തീയതി പരിശുദ്ധ പിതാവ് ഗ്രിഗറി 15 ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. തിരുസഭയെ സ്നേഹിക്കുകയും വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യുകയും അനേകരെ തന്റെ സ്നേഹ ശുശ്രൂഷ ജീവിതത്തിലൂടെ തിരുസഭയിലേക്ക് ആകർഷിച്ച വിശുദ്ധനെ ആഴമായ സ്നേഹത്തോടെ സഭാ ശുശ്രൂഷയിൽ പരിപൂർണമായ സമർപ്പണം നടത്തുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തന്നിരളണമേ. മെയ് 29 വിശുദ്ധ തെയഡോഷ്യ. കോൺസ്റ്റാന്റിനോപ്പിളിലെ രക്തസാക്ഷിയായ വിശുദ്ധ തെയഡോഷ്യയുടെ തിരുനാൾ മെയ് മാസം 29-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്നു. 8-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജനിച്ച തെയഡോഷ്യ മാതാപിതാക്കളുടെ വിയോഗത്തെ തുടർന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലെ മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനിയായി. മാതാപിതാക്കളിൽ നിന്ന് പൈതൃകമായി തനിക്ക് ലഭിച്ച സ്വത്തിന്റെ ഒരു ഭാഗം ദരിദ്രർക്ക് കൊടുക്കുകയും ബാക്കിയുള്ളവ വിറ്റ് ഈശോയുടെയും മാതാവിന്റെയും വിശുദ്ധരുടെയും ഐക്യം ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്തു. ഐക്കണോക്ലാസത്തിന്റെ ആ നാളുകളിൽ ഐക്കണുകളുടെ സംരക്ഷണം തന്റെ ജീവിതവൃത്തമായി ഏറ്റെടുത്ത തെയഡോഷ്യ അതിനുവേണ്ടി ക്രൂര പീഡനങ്ങൾ സഹിക്കുകയും അവസാനം മൃഗത്തിന്റെ കൊമ്പിനാൽ കുത്തപ്പെട്ട് ധീരമായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ക്രിസ്തുവിനോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹത്തെ പ്രതി തന്റെ ഉള്ളും തനിക്കുള്ളതുമെല്ലാം എല്ലാവർക്കുമായി പങ്കുവച്ച വിശുദ്ധയെ ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. മെയ് 30 തിരുസഭ 2 വിശുദ്ധരെ അനുസ്മരിക്കുന്നു. വിശുദ്ധ യോസേബിയോസ്, വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. സുഭാഷിതം 3:13-14. ഈ തിരുവചനം സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയ മഹാവിശുദ്ധനായ യൗസേബിയസിന്റെ തിരുനാൾ മെയ് 30 തിരുസഭ ആഘോഷിക്കുന്നു. സഭാപിതാവും ചരിത്ര പണ്ഡിതനുമായിരുന്ന വിശുദ്ധ യൗസേബിയോസ് AD 263 കേസറിയായിൽ ജനിച്ചു. സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള പഠനങ്ങളുടെയും രചനകളുടെയും സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് വിശുദ്ധ യൗസേബിയോസിന്റെ നാളുകളിലാണ്. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തിന് പരിപൂർണമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച നാളുകളിൽ
യൗസേബിയോസ് കേസറിയയിലെ മെത്രാനായിരുന്നു. തിരുസഭയിൽ സത്യവിശ്വാസത്തിനെതിരായ പഠനങ്ങളും പഠിപ്പിക്കലുകളും രൂപപ്പെട്ട കാലത്ത് സത്യവിശ്വാസ സംരക്ഷകൻ എന്ന നിലയിലും പ്രബുദ്ധനായ സഭാചരിത്രകാരൻ എന്ന നിലയിലും അദ്ദേഹം പ്രകീർത്തിക്കപ്പെട്ടു. ശീഷ്മയ്ക്കും പാഷണ്ഡതയ്ക്കുമെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്ത അദ്ദേഹം ഐക്യത്തിന്റെ സ്ഥാപകൻ എന്ന പേരിലാണ് തിരുസഭയിൽ അറിയപ്പെടുന്നത്. തിരുസഭയിൽ നടന്ന ആദ്യത്തെ ഔദ്യോഗിക സൂനകദോസ് രൂപം കൊടുത്ത വിശ്വാസ പ്രമാണരേഖയിൽ ഒപ്പുവെച്ച അദ്ദേഹം AD 339 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. സഭാചരിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹം എഴുതിയ ദിനവൃത്താന്തം, സഭാചരിത്രം, പാലസ്തീനായിലെ രക്തസാക്ഷികൾ എന്നീ കൃതികൾ ഇന്നും അദ്ദേഹത്തെ അനശ്വരനാക്കുന്നു. ഈ വേളയിൽ വിശുദ്ധ യൗസേബിയോസിനെ തന്റെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്ന പാറശാല രൂപതാധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയോസ് പിതാവിന് തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ഫ്രാൻസിലെ ഡോംറമിയിൽ 1412 ജനുവരി 6 ജൂക്കോട്ട് ഇസബെല്ല ദമ്പതികളുടെ മകളായി ജോവാൻ ജനിച്ചു. ഇസബെല്ല മകളെ ദൈവവഴിയിൽ വളർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ജോവാൻ ബാലികയായിരിക്കുമ്പോൾ തന്നെ പ്രായത്തിൽ കവിഞ്ഞ ഗൗരവവും അസാധാരണമായ പ്രാർത്ഥനാ തൽപരതയും പ്രദർശിപ്പിച്ചിരുന്നു. 13-ാം വയസ്സ് മുതൽ ജോവാന് മാലാഹമാരുടെയും വിശുദ്ധരുടെയും ദർശനങ്ങൾ ഉണ്ടാവുക പതിവായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ദർശനം അവൾക്കുണ്ടായി. മിഖായേൽ മാലാഖ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഫ്രാൻസിൽ ചെന്ന് ദാർലീസ് പട്ടണം പിടിച്ചെടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ ദർശനത്തിന്റെ പിന്നിലെ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നതിന് ജോവാൻ 3 വർഷം പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു. തുടർന്ന് ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി ജോവാൻ ചാൾസ് 7-ാമനെ കണ്ടെത്തി തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് പറയുകയും ഫ്രഞ്ച് സൈന്യത്തെ നയിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ഈശോ മറിയം എന്നെഴുതിയ വലിയൊരു ബാനർ മുന്നിൽ പിടിച്ചുകൊണ്ട് അവൾ പട നയിച്ചു. യുദ്ധത്തിനിടെ പരിക്കേറ്റിട്ടും അവൾ പിന്മാറിയില്ല. ഫ്രാൻസിന്റെ പ്രദേശങ്ങൾ ഓരോന്നായി തിരിച്ചു പിടിച്ചു. ചാൾസ് 7-ാമന് തന്റെ സിംഹാസനം തിരികെ കൊടുക്കുന്നതിന് ജോവാന്റെ പോരാട്ടങ്ങൾ സഹായിച്ചു. പാരീസ് തിരിച്ചു പിടിക്കുന്നതിനുള്ള പോരാട്ടം തുടരുന്നതിനിടയിൽ ജോവാന് വീണ്ടും പരിക്കേറ്റു. വൈകാതെ അവൾ ശത്രു സൈന്യത്തിന്റെ പിടിയിലായി. ക്രൂരമായ പീഡനങ്ങൾ അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. തങ്ങളുടെ പരാജയത്തിന് കാരണക്കാരിയായ ജോവാൻ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് അപകടകരമാണെന്ന് മനസ്സിലാക്കിയ ശത്രു സൈന്യം അവളിൽ മതദ്രോഹ കുറ്റം ആരോപിച്ച് 1431 മെയ് 30-ാം തീയതി ജീവനോടെ തീ കൊളുത്തി കൊലപ്പെടുത്തി. 1925 മെയ് മാസത്തിൽ 11-ാം പിയൂസ് മാർപ്പാപ്പ ജോവാനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. തടവുകാരുടെയും സൈനികരുടെയും ന്യായീകരണമില്ലാതെ സഭാധികൃതർ കൈവിടുന്നവരുടെയും പ്രത്യേക മധ്യസ്ഥയാണ് വിശുദ്ധ ജോവാൻ. ജീവിതത്തിലും മരണത്തിലും വിശ്വാസം കൈവെടിയാതെ രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ ചഞ്ചലചിത്തരായ വിശ്വാസികളോട് ഇന്നും വിളിച്ചു പറയുന്നു, ആധ്യാത്മികത എന്നത് ധീരതയുമാണ്. ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ വ്രതമെടുത്തവർ, രാജാവിന്റെ പ്രീതി വേണ്ടെന്ന് വെച്ച് മരണത്തിന് കഴുത്തു നീട്ടിക്കൊടുത്തവർ, വേദനയുടെ തീച്ചൂളയിൽ ജീവിതത്തെ നവീകരിച്ചവർ, കൊള്ളരുതായ്മയ്ക്കെതിരെ ജ്വലിച്ചു നിന്നവർ, ലോക ദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാത്തവർ, അതെ, അവരാണ് വിശുദ്ധർ. അവരുടെ പാതകൾ നമുക്കും പിന്തുടരാം. ഈശോയുടെ വഴിയെ നടക്കാം.